അധികാരത്തിൽ തുടരാനുള്ള സാധ്യത 50% മാത്രമാണ്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ LDF-ന് തിരിച്ചടിയാകും. വീഴ്ചകൾ പരിഹരിക്കാൻ പറ്റിയാൽ പരമാവധി 80 സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യതയും തൃശൂർ ആസ്ഥാനമായ ഏജൻസി നടത്തിയ സർവേയിൽ പറയുന്നു. ഈ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു തീർക്കണം, അത്രേ ഉള്ളൂ. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. നിനക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്ത് അതൊക്കെ മറന്നിട്ട് അയച്ചിരിക്കുന്ന റഹീസ് റഷീദ് നമുക്കൊപ്പം. റഹീസ് റഷീദ്, LDF തുടർഭരണം ഉറപ്പിച്ചു എന്ന മട്ടിലാണ് പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരുന്നത്. വിലയിരുത്തലുകളും ആ രീതിയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ LDF-ന് തിരിച്ചടിയാകും എന്നുള്ള സർവേ റിപ്പോർട്ടാണോ CPI-ക്ക് കിട്ടിയിരിക്കുന്നത്? സുജയ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തോൽവി ഉണ്ടായതിന്റെ പിന്നാലെയാണ് LDF-ലെ രണ്ടാമത്തെ കക്ഷിയായ CPI സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുന്നതിന് വേണ്ടി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിക്ക് സർവേ നടത്താനുള്ള നിർദ്ദേശം നൽകിയത്. അതിൽ സർവേ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് CPI-ക്ക് നൽകിയത്. രണ്ടായി സർവേ റിപ്പോർട്ട് നൽകി. ഒന്ന്, CPI-യുടെ തൃശൂർ കൺവെൻഷനിൽ പൊതുവായി CPI ചെയ്യേണ്ട കാര്യങ്ങൾ ഈ സർവേ നടത്തിയ ആൾ വിശദീകരിച്ചിരുന്നു. അതിനുശേഷം നേതാക്കൾക്കായി പ്രത്യേകമായി നൽകിയ ഒരു ഡേറ്റയിൽ അതിനുശേഷം അത് പവർ പോയിന്റ് പ്രസന്റേഷനായി സമർപ്പിക്കുകയായിരുന്നു ചെയ്തത്. അതിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തെക്കുറിച്ചുള്ള വിലയിരുത്തലും 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ സാധ്യതകൾ സംബന്ധിച്ച വിവരങ്ങളും പറയുന്നത്. 50% ചാൻസാണ് LDF-ന് ഈ സർവേ സംഘം നൽകി. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ടൊരെത്തും പിടിയും കിട്ടുന്നില്ല. MLA-മാരുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിലുള്ള, മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് MLA-മാർ നടത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, അടുത്ത കാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ ചെയ്യാൻ പറ്റി. പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഴിഞ്ഞാൽ 80 സീറ്റുകൾ വരെ നേടി ഭരണത്തിലേക്ക് വരാം. നിലവിലുള്ള 99 എന്ന സീറ്റ് കുറഞ്ഞ് 80 ആണെങ്കിൽ പോലും ഭരണ തുടർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി എന്റെ കൺമുന്നിൽ നിന്നെ കണ്ടാൽ നിന്റെ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും.